റൈറ്റ് വിഷൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് മുതുകാടിൻ്റെ വിഷയം തന്നെയാണ്. മുതുകാടിൻ്റെ വിഷയം സംസാരിക്കുന്നതിന് മുമ്പ് 2 ബൈറ്റ് ഞാനിവിടെ കാണിക്കാം. നമ്മൾ മുൻ മിനിസ്റ്റർ പറഞ്ഞ കാര്യങ്ങളും ശൈലജ ടീച്ചറെ കുറച്ച് കാര്യങ്ങൾ ഇതിലുണ്ട്. പിന്നെ നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് സംസാരിക്കുന്നു. പരിശ്രമം നടത്തുന്ന ഒരു സ്ഥാപനത്തിന്, അതും കിൻഫ്രയിലാണ് പിന്നെ അതുള്ളത്, ഒരു ചെറിയ സഹായം ഗവൺമെൻറ് ചെയ്യണം. എനിക്ക് തോന്നുന്നു 45 ലക്ഷം രൂപയായിരുന്നു എന്നാണ്. സ്ഥിരമായിട്ടൊരു പെർഫോമൻസ് തിയേറ്റർ ഉണ്ടാക്കാനും കുട്ടികൾക്ക് ആവശ്യമായ സംവിധാനം ഉണ്ടാക്കാനും കൊടുത്തു. അത് നഷ്ടമാണെന്ന് ഇന്ന് വരെ എനിക്ക് തോന്നിയിട്ടില്ല. ഈ പരാതിക്ക് അടിസ്ഥാനം എന്താണെന്ന് എനിക്കറിയില്ല. ഏത് നല്ല കാര്യം ചെയ്യുമ്പോഴും കുറേ പരാതി ഉണ്ടാകും. ഇനി എന്തെങ്കിലും ക്രമക്കേടോ മറ്റോ ഉണ്ടെങ്കിൽ അന്വേഷിക്കുന്നതിനൊന്നും ഞാനെതിരല്ല കേട്ടോ. അതാണ്. പക്ഷെ ആരാണ് പണമൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെയൊന്നിനു വേണ്ടി മുന്നിട്ടിറങ്ങുക? സ്വാഭാവികമായിട്ടും ഇപ്പോൾ വിദേശത്ത് കുറച്ച് എല്ലാവരെയും കൂട്ടിയിട്ട് പോകാൻ പറ്റില്ലായിരിക്കും. അപ്പോൾ ചിലരെ കൂട്ടിയിട്ടില്ല, ഇങ്ങനെ ഒക്കെ പരാതി ഉണ്ടാവാം. പക്ഷേ അതിലപ്പുറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്വേഷിക്കുന്നതിനും വിരോധമില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അത് ലോകത്തിന് തന്നെ മാതൃകയാകുന്ന രീതിയിൽ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഒരുപാട് ഗുണം ഉണ്ടായിട്ടുള്ളൊരു സ്ഥാപനമാണ്. അതിനെന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ശ്രമിക്കാം. അതിൻ്റെ ദൈനംദിന ഭരണകാര്യങ്ങളിലൊന്നും എനിക്ക് യാതൊരു പങ്കുമില്ല. ഷിഹാബിനെ എടുക്കണമെന്നും ഞാൻ പറഞ്ഞിട്ടില്ല, എടുക്കണ്ടെന്നും പറഞ്ഞിട്ടില്ല. ഞാനൊരു ദിവസം ചെല്ലുമ്പോൾ ഷിഹാബ് അവിടെയുണ്ട്. അപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഷിഹാബ് ഇവിടെയുണ്ടല്ലേ, നന്നായി എന്ന് പറഞ്ഞു. കുറേ ദിവസം കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഷിഹാബ് അവിടെയില്ല. ഞാൻ 2-3 തവണ ആ സമയത്ത് സന്ദർശിച്ചിരുന്നു. ഇല്ല, ഞാൻ ഷിഹാബിനെ എടുത്തതും എനിക്ക് പങ്കില്ല, ഒഴിവാക്കിയതിലും എനിക്ക് പങ്കില്ല. അത്രയേ ഉള്ളൂ. അന്വേഷിക്കാൻ കുഴപ്പമില്ല. ഗോപിനാഥ് മുതുകാട് വിഷയത്തിൽ കെ ശൈലജ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ശൈലജ ടീച്ചർ ഷിഹാബിൻ്റെ ആ ഒരു കേസിൽ പറഞ്ഞത് എന്താ നോക്കാം. ഏതാണ്ട് ഒരു 4-5 ദിവസങ്ങൾക്ക് മുൻപ് ഗോപിനാഥ് മുതുകാടിൻ്റെ മാജിക് പ്ലാനറ്റിൽ ജോലി ചെയ്തിട്ട് ഭിന്നശേഷിക്കാരനായ ഒരു ഷിഹാബ് ഒരു വാർത്താ സമ്മേളനം നടത്തി. ആ ചെറുപ്പക്കാരൻ പറഞ്ഞത് അയാൾക്ക് അവിടെ നിന്ന് ജോലി പോകാൻ കാരണം ശൈലജ ടീച്ചർ പറഞ്ഞിട്ടാണ് എന്ന് ഗോപിനാഥ് മുതുകാട് അയാളോട് പറഞ്ഞു എന്നാണ്. ടീച്ചറുടെ പേര് അതിലേക്ക് വലിച്ചിഴക്കപ്പെട്ടു. ഗോപിനാഥ് അങ്ങനെ പറയാൻ യാതൊരു ഇടയില്ല. ഷിഹാബിനെ എടുക്കണമെന്നും ഞാൻ പറഞ്ഞിട്ടില്ല, എടുക്കണ്ടെന്നും പറഞ്ഞിട്ടില്ല. ഞാനൊരു ദിവസം ചെല്ലുമ്പോൾ ഷിഹാബ് അവിടെയുണ്ട്. അപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഷിഹാബ് ഇവിടെയുണ്ടല്ലേ, നന്നായി എന്ന് പറഞ്ഞു. കുറേ ദിവസം കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഷിഹാബ് അവിടെയില്ല. ഞാൻ 2-3 തവണ ആ സമയത്ത് സന്ദർശിച്ചിരുന്നു. ഇല്ല, ഞാൻ ഷിഹാബിനെ എടുത്തതും എനിക്ക് പങ്കില്ല, ഒഴിവാക്കിയതിലും എനിക്ക് പങ്കില്ല. അത്രയേ ഉള്ളൂ. ഓക്കെ, ഇതാണ് ശൈലജ ടീച്ചർ പറയുന്നത്. എടുത്തതിലും പങ്കില്ല, ഒഴിവാക്കിയതിലും പങ്കില്ല. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. കാരണം ശൈലജ ടീച്ചർ അറിയണമെന്നില്ല. ഓക്കെ, ശൈലജ ടീച്ചർ പറഞ്ഞ ആ ഒരു കാര്യം നോക്കുമ്പോൾ ഞാനതിന് ബന്ധപ്പെട്ട ഒരാളുമല്ല. പക്ഷേ ശൈലജ ടീച്ചർ ആ ടൈമിൽ ആ ഒരു സ്ഥാപനത്തിനുമായിട്ട് എന്ത് ബന്ധം? അന്നത്തെ മന്ത്രിയായിട്ടിരുന്നു എന്നല്ലാതെ ആ സ്ഥാപനത്തിൽ ആരെടുക്കണം എടുക്കണ്ട എന്നുള്ളത് ശൈലജ ടീച്ചർ അറിയേണ്ട ഒരു ആവശ്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇതാണ് ശൈലജ ടീച്ചർ ഷിഹാബിനെ പുറത്താക്കിയത്. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ എന്താണ് സംസാരിച്ചതെന്ന്. ടീച്ചർ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. CP ഷിഹാബിനെ ആ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്നതിലോ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ നിന്ന് ഒഴിവാക്കിയതിലോ യാതൊരു ശൈലജ ടീച്ചർക്ക് യാതൊരു പങ്കുമില്ല എന്ന് വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. പിന്നെ ഷിഹാബ് 2-3 പ്രാവശ്യം അവിടെ കണ്ടു, ഷിഹാബിനെ കണ്ടു. ഷിഹാബ് ഇവിടെ ഉണ്ടോ, നല്ല കാര്യം എന്ന് പറഞ്ഞു. പിന്നെ അവിടെ 2-3 പ്രാവശ്യം സന്ദർശിച്ചിട്ടുണ്ട്. ആ സന്ദർശനത്തിൻ്റെ ഇടയിൽ ഷിഹാബിനോട്ട് കണ്ടിട്ടുമില്ല. അത്രേ ഉള്ളൂ. പിന്നെ ആ സ്ഥാപനത്തിനെ കുറിച്ചും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു സ്ഥാപനം ലോകത്തിൽ തന്നെ മാതൃകയാക്കാവുന്ന ഒരു സ്ഥാപനമാണിത്. പിന്നെ അതിൽ പറയുന്നുണ്ട് എല്ലാ കുട്ടികളെയും അല്ല, എന്താണ് അവിടെ കുറച്ച് കഴിവുകളുള്ള ആൾക്കാരെ അവിടെ സെലക്ട് ചെയ്തിട്ട് അവരുടെ ഉന്നമനത്തിന് അവരെ ഒന്നും കൂടി പരിപോഷിപ്പിച്ചിട്ട് കാര്യങ്ങൾ ക്ലിയർ ആക്കുന്നതാണെന്നും അവരതിൻ്റെ കാര്യങ്ങൾ കണ്ടതും പിന്നെ അവിടുന്ന് ഒരുപാട് കയ്യടികൾ നേടിയതും തുടർന്ന് ഇത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞതും ഒക്കെ നമ്മളതിൽ കണ്ട് ഇല്ലേ. അപ്പോൾ ഇവർ സീക്രട്ട് ഏജൻറ്റിൻ്റെ ആ വീഡിയോയിൽ കണ്ടില്ലേ, അവർക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം അവർ സ്പോട്ട് ചെയ്തിട്ട് അവർ കാണിച്ചു. ഈ ഒരു കാര്യങ്ങളോ ഒന്നും വ്യക്തമാക്കിയിട്ട് ഒരു കാര്യങ്ങളും കാണിച്ചില്ല. ടീച്ചർ പറയുന്നുണ്ട് കറക്റ്റ് അത് അന്വേഷണ വിധേയമാക്കേണ്ടതാണ്, അന്വേഷണ വിധേയമാക്കണം. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ആ പോരായ്മകൾ നികത്തുകയും ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പിന്നെ കറക്റ്റായിട്ട് പറയുന്നുണ്ട് അവിടെ നിന്ന് ഒഴിവാക്കിയ ഒരു പറ്റം ആൾക്കാർ, കുറച്ച് ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എതിരെ ഇത്രയും വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ ഹാൻഡ്ലിംഗ് എന്നാണ് ഇത്രയും വലിയ മുതുകാടിനെതിരെ
ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത്. ഇവരൊക്കെ പറയുന്നത് വെള്ളത്തിൽ വരയിട്ട പോലെ ആവുകയാണ്. അല്ലാതെ ഇതിന് യാതൊരു തെളിവുകളോ മറ്റുള്ള കാര്യങ്ങളോ ഇല്ല. അല്ലെങ്കിൽ തന്നെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ എത്രത്തോളം മാധ്യമങ്ങളിൽ ഇത് ചർച്ചയായി. ഒരു മീഡിയ 1 ചാനലിലും പിന്നെ ന്യൂസ് 18 ചാനലിൽ ഒരു വാർത്തയായിട്ട് വന്നു. അല്ലാതെ എത്രത്തോളം ചാനലുകൾ ഇവിടെ ഉണ്ട്. നമ്മൾ ഈ മലയാളത്തിൽ തന്നെ അങ്ങനെ ഒരു പെയ്ഡ് ന്യൂസ് വർക്കാവുന്ന ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ ഇവിടെയുള്ള എല്ലാ ന്യൂസ് ചാനലിനെയും വിശ്വാസത്തിലെടുക്കുന്ന ഒരു വ്യക്തിയാണ്. എന്താണ് അത്തരം വൃത്തികേടുകൾ എന്തായാലും നമ്മളെ കേരളത്തിലുള്ള മീഡിയകൾ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരു പെയ്ഡ് ന്യൂസോ അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു എന്നാ എന്താ അതിൻ്റെ ആ ഒരു സത്യാവസ്ഥ ഉണ്ടെങ്കിൽ അത്രയും ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നതിൽ എന്തെങ്കിലും ഒരു ക്രെഡിബിലിറ്റി, ഒരു സത്യാവസ്ഥ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് ഉയർന്നു വരികയും അന്തിച്ചർച്ചയിലേക്ക് ഈ ഒരു സംഭവം കൊണ്ടുവരികയും ഉണ്ടാവുകയും ചെയ്യേണ്ടതായിരുന്നു. എത്ര മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഇത് ചർച്ചയായിട്ടുണ്ട്? ഉണ്ടോ? ഇല്ല. എല്ലാ സോഷ്യൽ മീഡിയയിലും യൂട്യൂബേഴ്സിന്റെ ഒരു പറ്റം യൂട്യൂബേഴ്സിന്റെ ആൾക്കാരിലാണ് ഈ ഒരു മുതുകാടിനെ കുറിച്ച്. മുതുകാട് ടോയ്ലറ്റിൽ അപ്പിടാൻ പോകുന്നത് വരെ ഇവർ പെടുത്തിടുന്നുണ്ട്. എന്താ ചെയ്യ? അത്രയും ഓരോ പോയിന്റും മുതുകാട് അതാ മാജിക് ചെയ്തിട്ട് ഇതാ പൊട്ടിപ്പോയി, അയ്യോ മാജിക് ചെയ്തിട്ട് പോയാൾക്ക് സ്വസ്ഥതല്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് ക്യാപ്ഷൻ ഇട്ടിട്ടാണ് ഇവർ ഇത് ചെയ്തുകൊണ്ടേ നിൽക്കുന്നത്. അപ്പോൾ ഒരാളെ താറടിച്ച് കാണിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇവർ. പക്ഷെ ഒന്നും ഏശുന്നില്ല. ഇപ്പൊ തീരെ ഏശുന്നില്ല. ഇപ്പൊ കുറച്ചായി വീഡിയോസുകൾ കുറഞ്ഞു വരുന്നുണ്ട്. എങ്കിലും ഇവർക്ക് പറ്റൂലല്ലോ. ഇങ്ങനെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളും ഒരുപാട് ആൾക്കാരും കാണുന്നുണ്ട്. നമ്മളതൊക്കെ അത്രയും സബ്സ്ക്രൈബേഴ്സോ കാര്യങ്ങളോ കാണുന്നില്ലെങ്കിലും നമ്മൾ എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ എടുത്തു കാണിക്കുന്നത് പറഞ്ഞിട്ട് ഒരാളെന്നെങ്കിലും വേണമല്ലോ. ഒരുപാട് ആൾക്കാർ ഇതിങ്ങനെ സോഷ്യൽ മീഡിയ ഹാൻഡിലിങ്ങിലാണ് ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്, തുരതുരാ വന്നുകൊണ്ടേയിരിക്കുകയാണ് കാര്യങ്ങൾ. അവര് മുതുകാടിനെ കുറിച്ച് ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ ഇട്ടുകൊണ്ടേ നിൽക്കുകയാണ്. അതാ ഞാൻ പറയുന്നത്, ഈ ഒരു നമ്മളെ മുഖ്യധാരാ മാധ്യമങ്ങളായിട്ടുള്ള ഏഷ്യാനെറ്റ് ന്യൂസിലോ റിപ്പോർട്ടർ ചാനലിലോ അല്ലെങ്കിൽ 24 ന്യൂസിലോ ഈ ഒരു 3 എണ്ണമാണ് ഏറ്റവും കൂടുതൽ TRP റേറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള ചാനൽ. ഇതിൽ എന്തെങ്കിലും ഒരു കാര്യം വന്നോ? ഇല്ല. ഇത്രയും ഗുരുതരമായിട്ട് ആരോപണങ്ങൾ ഇവർ ഉന്നയിക്കുന്നുണ്ടെങ്കിലും അതിന് യാതൊരു സത്യസന്ധതയും ഇല്ല എന്നുള്ളതിന്റെ ഒരു തെളിവാണ് അതും ഒരു തെളിവാണ്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ന്യൂസ് മറ്റുള്ള മീഡിയ 1 പലതും വന്നല്ലോ. ഇപ്പോൾ സുരേഷ് ഗോപിന്റെ മകളെ കല്യാണത്തിന്റെ ആ ഒരു പരിപാടിക്ക് ഉള്ള കല്യാണമെല്ലാം കൂടി മുടക്കിയിട്ടാണ് ഈ സുരേഷ് ഗോപിന്റെ മകളുടെ കല്യാണം നടത്തുന്ന അങ്ങനെയുള്ളൊരു ന്യൂസ് കൊടുത്ത ചാനലാണ്. അപ്പൊ അതിനെത്രത്തോളം ക്രെഡിബിലിറ്റി ഉണ്ട് ചില കാര്യങ്ങൾക്ക് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത്രയും വിശ്വാസ്യത കൽപ്പിക്കാൻ പറ്റൂല. ചാനലൊക്കെ മീഡിയ 1 ന്യൂസ് ചാനൽ കാര്യങ്ങളൊക്കെ അടിപൊളി തന്നെയാണ്. പക്ഷേ എല്ലാ കാര്യത്തിലും ചിലതിനോട് നമുക്ക് സമരസപ്പെടാൻ പറ്റൂല. ആ ഒരു രീതിയിലാണ് ചിലതിനെ അടച്ചാക്ഷേപിക്കുന്നത്. നമുക്കൊരാളെ ഇഷ്ടമല്ല എന്ന് വിചാരിച്ചിട്ട് ആ ആളെ നമ്മൾ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ചവിട്ടി താഴ്ത്തിയിട്ട് കാര്യമില്ലല്ലോ. ആ ഇഷ്ടമില്ലാത്ത കാര്യം എന്താണ്, ആ കാര്യം സ്പഷ്ടമായിട്ടും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അതിനെ പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ ഇങ്ങനെ ഒരു ദുരാരോപണങ്ങൾ ഉന്നയിച്ചിട്ട് ഒരു സ്ഥാപനത്തെ തന്നെ തകർക്കാനും അദ്ദേഹത്തിന് എന്തെങ്കിലും നന്മകൾ വരാനുണ്ടെങ്കിൽ ആ നന്മകൾ അദ്ദേഹത്തിന് കിട്ടരുത് എന്നുള്ള ഒരു ദുഷ്ചിന്താഗതി ആണ് ഈ ഒരു പ്രവൃത്തി എന്ന് തന്നെ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. അത് 100% അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ആ സ്ഥാപനത്തിൽ നമ്മൾ കണ്ടല്ലോ, ഒരു നയതന്ത്ര ഉദ്യോഗസ്ഥനായ നാടൂർ സാർ പോയരും അദ്ദേഹം പറയുന്നത് 195 വിദ്യാർത്ഥികൾ അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. 195 വിദ്യാർത്ഥികൾ അവിടെ ഉണ്ടെങ്കിൽ ആ 195 വിദ്യാർത്ഥികളുടെ അമ്മമാർക്കും ഇല്ലാത്ത, നിങ്ങളിപ്പോൾ തന്നെ ഈ അമ്മമാർ പറയുന്നത് കണ്ടല്ലോ. CP ഷിഹാബിന്റെ കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട്. CP ഷിഹാബിന്റെ കാര്യങ്ങൾ അമ്മമാർ പറഞ്ഞ ഞാനൊന്ന് കാണിക്കാം, എന്നിട്ട് നിങ്ങൾ അതിനെ കുറിച്ചും ഒന്ന് ചിന്തിക്കുക. ചോദിച്ചു. അങ്ങനെ അവനെ ഇവിടെ സ്റ്റേജിൽ ജോലി കൊടുത്തായിരുന്നു. മാസം സാലറിയോടെ അവനും ജോലി ചെയ്തത്.
പക്ഷെ ഇവിടെ ഒരു സ്റ്റേജിൽ പെൺകുട്ടിയായിട്ട് ഒരു കമ്പനി ആയിരുന്നത് ഒരു റൂമിൽ കൊണ്ടുപോയത് ജിൻസാർ കണ്ടു. അങ്ങനെ ഭയങ്കര ജിൻസാറായിട്ട് പ്രശ്നമായി. ആ ഒരു പ്രശ്നത്തിലാണ് കൂടുതൽ ദേഷ്യം സാറിന്റെ കാണിക്കാൻ തുടങ്ങിയത്. ജിൻസാർ ആരാണ്? മാനേജറായിരുന്നു, നമ്മളെ മാനേജറായിരുന്നു. അപ്പൊ അങ്ങനെയാണ് സാറിന്റെ ദേഷ്യം കണ്ടത്. ഈ ദേഷ്യം അപ്പോഴേ പറഞ്ഞു ഇതിനെ പിരിച്ചുവിട്ടാ അതിനുള്ള ഇത് കാണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേട്ടില്ലേ? അതാണ് അവിടെ അമ്മമാര് പറഞ്ഞത്. ഏതോ ഒരു അദ്ദേഹത്തിന്റെ ഒരു ബന്ധുവിന്റെ അനിയനോ എന്തോ ആട്ടെ, ഒരു സ്ത്രീ വിഷയവുമായിട്ടാണ് അവിടുന്ന് പ്രശ്നം ഉണ്ടായി പുറത്താക്കി എന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായല്ലോ. അതിപ്പോ ഇവർ വെറുതെ പറയുന്നില്ലല്ലോ. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടാണ് എന്താവുന്നത്, CP ഷിഹാബ് എന്ന് പറഞ്ഞ ആൾ അവിടെ നിന്ന് ഒഴിവാകുന്നത്. പിന്നെയും അവിടേക്ക് അദ്ദേഹത്തിന്റെ നല്ല കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ ആ ഒരു ഇത് കാര്യം വെച്ചിട്ട് വീണ്ടും അദ്ദേഹത്തിനെ ആ സ്ഥാപനത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്, കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോ ഇവരൊക്കെ അത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് ഇത് ഒരു സെൻസേഷണൽ വില ആക്കിയിട്ടും പക്ഷേ എല്ലാത്ത സെൻസേഷണൽ ഒന്നും ആയിട്ടുമില്ല. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയാ, ഇവരെ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർണ്ണ ശോഭയും വജ്രത്തിളക്കവുമുള്ള സത്യസന്ധമായ ആ സത്യത്തെയാണ് നമ്മൾ മുന്നോട്ട് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്. പക്ഷേ അവരേൽ സ്വർണ്ണ ശോഭയുള്ള സത്യമാണെങ്കിലും പക്ഷെ അത് ഉറച്ചു നോക്കുന്നവരെ മുക്കുവണ്ടായി പോവുകയാണ്. അത്രയേ ഉള്ളൂ. അവരെ സത്യസന്ധതയ്ക്ക് അത്രയേ ഉള്ളൂ, അവർ പറയുന്ന കാര്യങ്ങൾക്ക് അത്രയേ ഉള്ളൂ. എന്താ പറഞ്ഞാൽ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ഹാൻഡ്ലിങ്ങിലുള്ള ഒരു എന്താ പറയാ, ഒരു സ്പോൺസേർഡ് പെയ്ഡ് പ്രോഗ്രാമാണ്. സ്പോൺസേർഡ് പെയ്ഡ് പ്രോഗ്രാം ആയിട്ടാണ് ഇത് ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആരായാലും തന്നെ. എന്താ പറഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് കാണാൻ കഴിയും. എന്താ പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ കമന്റുകൾ വായിച്ചു നോക്കിയാൽ മതി, ഇതിലെ കമന്റുകൾ വായിച്ചു നോക്കിയാൽ മതി. പക്ഷെ ഇപ്പോഴും അവരൊക്കെ മടുത്തിട്ടോ അവരിട്ടച്ച് പോകാനുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താ പറഞ്ഞാൽ വലിയ സർക്കാർ തലത്തിലോ മറ്റുള്ള കാര്യങ്ങളിലോ ഒന്നും ഇതൊരു വലിയ ഒരു ചർച്ചയാവോ അല്ലെങ്കിൽ ഒരു അന്വേഷണത്തിനോ മറ്റുള്ള കാര്യത്തിനോ ഒന്നും ഉത്തരവിടാതെ ഇതൊരു വെള്ളത്തിൽ വരയിട്ട കാര്യത്തിന്റെ മാതിരി ആയിപ്പോയി. എന്താ പറഞ്ഞാൽ ഒന്നും ഇല്ലാണ്ടായിപ്പോയി, ഒരു ചീറ്റിപ്പോയി. എന്തിനാണോ ഇവർ ശ്രമിച്ചത് അത് ഈ ചീറ്റിപ്പോയി. ഒരുപാട് ആൾക്കാർ യൂട്യൂബേഴ്സ് ഇങ്ങോട്ട് വന്നെന്നല്ലാണ്ട് എല്ലാ കാര്യങ്ങളും ചീറ്റിപ്പോയി. ഇവരെ ക്രെഡിബിലിറ്റി മൊത്തമായിട്ട് തന്നെ എന്തായി, വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇവരതാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. മുതുകാടിന്റെ വിശ്വാസ്യത അല്ല ചോദ്യം ചെയ്യപ്പെടുന്നത്, ഇവരെ കാര്യങ്ങളാണ് ഇത് ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ പ്രേക്ഷകരും ഇത് കാണണം. എന്താ പറയുക, ഇത് ഷെയർ ചെയ്യണം. എന്താ പറഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ സത്യസന്ധമായ കാര്യങ്ങളാണ് ആൾക്കാരിലേക്ക് എത്തിക്കേണ്ടത്. അല്ലാണ്ട് ഒരാളെ താറടിച്ച് കാണിക്കുകയോ ഒരാളെ വ്യക്തിഹത്യ ചെയ്യുകയോ ചെയ്തിട്ടല്ല നമ്മൾ വളരേണ്ടത്. ഒരാളെ വ്യക്തിഹത്യ ചെയ്തിട്ടല്ല നമ്മൾ ഒരിക്കലും വളരേണ്ടത്. സീക്രട്ട് ഏജന്റിനോ മറ്റുള്ള ആൾക്കാരോ ഒന്നും നമ്മൾ വ്യക്തിഹത്യ ചെയ്ത്, സുനിതാ ദേവദാസിനോ വ്യക്തിഹത്യയല്ല ചെയ്യുന്നത്. അവർ ചെയ്യുന്ന പൊള്ളത്തരങ്ങളാണ് നമ്മൾ കാണിക്കുന്നത്. ഇവർ ചെയ്യുന്ന ഈ വൃത്തികെട്ട ഈ ഒരു സ്ഥാപനത്തിനെ താറടിച്ച് കാണിക്കുക, ഈ സ്ഥാപനത്തിന് അത്രയും നല്ല ശൈല ടീച്ചർ തന്നെ പറഞ്ഞിട്ടുണ്ട് 9 ലക്ഷമൊക്കെ വാങ്ങിയ കുട്ടികളുണ്ട് എന്ന് പറയുന്നത് കേട്ടില്ല, അമ്മമാര് തന്നെ പറയുന്നത് കേട്ടില്ലേ. എന്നിട്ടും എന്താ പറയണ്ട, അങ്ങനത്തെ ആ ഒരു കുട്ടിക്ക് അങ്ങനെ ആ ഒരു ശമ്പളം കിട്ടുകയും ആ കുടുംബം നല്ല രീതിയിൽ ഉയർന്നു പോവുകയും ചെയ്യുന്ന ആ ഒരു രീതിയിൽ നിൽക്കുമ്പോൾ അതിനെല്ലാണ്ടാക്കുന്ന ഈ ഒരു പ്രവണതയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. നമ്മളതാണ് ചോദ്യം ചെയ്യുന്നത്. ഈ ചാനലിലൂടെ നമ്മൾ അതാണ് ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ഇല്ലാണ്ടാക്കിയിട്ട് ഇവർക്ക് എന്താണ് കിട്ടാനുള്ളത്, ഇവരെന്താണ് നേടാനുള്ളത്? നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കുട്ടികളെ നോക്കാൻ നിങ്ങൾക്കാർക്കെങ്കിലും സാധിക്കുമോ? അദ്ദേഹത്തിന്റെ ഒരു ജീവിതം ഇതിനായി തുഴിഞ്ഞു വെച്ചപ്പോൾ നിങ്ങൾ എന്തിനാണ് അത് ഇല്ലാതാക്കുന്നത്? അദ്ദേഹത്തിന്റെ ആ നല്ല മനസ്സ്, അദ്ദേഹത്തിന്റെ ആ ഒരു നല്ല മനസ്സ്, ആ ദൈവികമായ മനസ്സിനെ നമ്മൾ എന്തിനാണ് ഇല്ലാതാക്കുന്നത്? അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു നന്മയ്ക്ക് ഒരു ദൈവത്തിന്റെ അടുത്ത് നിന്ന് ഒരുപാട് അനുഗ്രഹങ്ങളും ഇവരുടെ ഈ ഒരു വൃത്തികെട്ട പരിപാടികളിൽ നിന്നും മനംനൊന്ത് ഇതിൽ നിന്നും പിന്മാറാത്ത രീതിയിൽ ഇനിയും ശക്തമായി മുതുകാട് സാറിന് മുന്നോട്ട് പോകാനുള്ള എല്ലാ അനുഗ്രഹവും ദൈവം കൊടുത്ത് അദ്ദേഹത്തിന് ആ ശക്തി കൊടുത്ത് മുന്നോട്ട് പോകാനാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ കണ്ട എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട്, പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങളുടെ ഓരോ നിങ്ങളുടെ ഓരോ കമന്റും ഓരോ സബ്സ്ക്രൈബ് ബട്ടണിൽ നിങ്ങളുടെ വിരൽ അമർത്തുമ്പോഴും ഈ
കള്ളപ്രചരണങ്ങൾ നടത്തുന്ന ഇവർക്കുള്ള മുഖത്തേൽക്കുന്ന അടിയായി മാറട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ജയ് ഹിന്ദ്, എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ.